بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم وأقبل بعضهم على بعض يتساءلون قالوا إنا كنا قبل في أهلنا مشفقين ومن الله علينا ووقانا عذاب السموم. അന്യ സഹോദരന്മാരെ സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ഫൈസൽ ഗസാവിയാണ് ഖുതുബ ഓതിയത്. അദ്ദേഹം ചർച്ച ചെയ്തതായ വിഷയം ഈ വിശുദ്ധ റമദാനിന്റെ പ്രത്യേകതയെക്കുറിച്ചായിരുന്നു. വിശുദ്ധ റമദാൻ നമ്മുടെ മുമ്പിൽ സമാഗതമായി. അതിൽ മൂന്നിലൊരു ഭാഗം നമ്മളോട് വിട വാങ്ങി കഴിഞ്ഞു. ഇത്ര പെട്ടെന്ന് നമ്മളോട് വിട വാങ്ങിയതുപോലെ ബാക്കിയുള്ള ശേഷിക്കുന്നതായ ദിവസങ്ങളും നമ്മളോട് വിടവാങ്ങുന്നതാണ്. പക്ഷേ നാം ഇതിൽ നിന്നൊക്കെ നന്നായി പാഠം പഠിക്കേണ്ടതുണ്ട്. നമുക്ക് ഈ ലോകത്തോട് എല്ലാവർക്കും നമുക്ക് വിടവാങ്ങേണ്ടി വരും പെട്ടെന്ന്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളതായ സുവർണാവസരത്തെ ഉപയോഗപ്പെടുത്തുക എന്നത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. ഈ വിശുദ്ധ നോമ്പ് നമുക്ക് പഠിപ്പിക്കുന്ന പ്രധാന പാഠങ്ങളിൽപ്പെട്ടതാണ് അൽ-യുസ്റു വസ്സമാഹ എന്ന പ്രത്യേകത. അഥവാ നാം കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച വിഷയമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിനെ കുറിച്ച് ചർച്ച ചെയ്തതായ ആയത്തുകളിൽ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ എന്ന വാക്ക് പറഞ്ഞതായി അല്ലാഹുവിന്റെ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹുവിന്റെ കലാമിൽ നാം കേൾക്കുകയുണ്ടായി. നിങ്ങളെ കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത് വളരെ എളുപ്പമാണ്. അള്ളാഹു നമുക്ക് ഇറക്കിയതായ മതത്തിൽ നമ്മെ പ്രയാസപ്പെടുത്തുക എന്നതില്ല. അതെ, നമുക്ക് പ്രയാസം അനുഭവപ്പെടുന്നതുമല്ല. ഒരു മാസത്തിൽ മാത്രം ഒരു വർഷത്തിലൂടെ, അപ്പോൾ ഒരു വർഷത്തിലൂടെയുള്ളതായ ഒരു മാസത്തിൽ നാം നോമ്പ് പിടിക്കുമ്പോൾ ഏകദേശം നമുക്കറിയാവുന്നതുപോലെ വളരെ ചുരുക്കമാണ്. അയ്യാമം മഅദൂദാത്ത് എന്ന് അല്ലാഹു പറഞ്ഞതുപോലെ അല്പ ദിവസങ്ങൾ മാത്രമാണ് കൊല്ലത്തെ അപേക്ഷിച്ചിട്ട് വരുന്നത്. ഒരു കൊല്ലത്തെ അപേക്ഷിച്ചിട്ട് നമുക്ക് വളരെ ചുരുക്കം സമയമാണ് നോമ്പ് പിടിക്കേണ്ടി വരുന്നത്. അതും അള്ളാഹു ചെയ്തതായ യുസ്റിൽപ്പെട്ടതാണ്. അള്ളാഹു നമ്മളോട് എല്ലാ മാസത്തിലും ഇത്ര ദിവസങ്ങൾ നിങ്ങൾ നിർബന്ധമായി നോമ്പ് പിടിക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ നിർബന്ധമായി മാറും. അള്ളാഹു അത് ചെയ്തില്ല. മറിച്ച് 12 മാസത്തിൽ ഒരു മാസം മാത്രമാണ് നോമ്പ് പിടിക്കാൻ വേണ്ടി കൽപ്പിച്ചത്. അത് തന്നെ യുസ്റിന്റെ ഒരു ഭാഗമാണ്. ഉബൂദിയ്യത്തിന്റെ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹുവിന് നാം സമർപ്പിക്കുന്നതായ ആരാധനകളുടെ ആ മജ്ജ ഉൾക്കൊള്ളുന്നതായ ഭാഗമാണല്ലോ പ്രാർത്ഥന. ആ പ്രാർത്ഥന റബ്ബുൽ ഇസ്സത്തിനോടുള്ളതായ തേട്ടം നമുക്ക് റമദാനിൽ ഉൾക്കൊള്ളുന്നതായിട്ട് കാണാം. റമദാനിലൂടെ നാം നോമ്പ് പിടിക്കുന്ന സമയത്തിലെല്ലാം നാം നോമ്പ് പിടിക്കുന്ന സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതുപോലെ അള്ളാഹുവിന്റെയും അടിമയുടെയും ഇടയിലുള്ളതായ ഒരു രഹസ്യ ബന്ധമാണത്. അഥവാ നോമ്പ് പിടിക്കുന്നതായ അടിമക്കും അള്ളാഹുനും മാത്രമാണ് അവൻ നോമ്പ് പിടിച്ചിട്ടുണ്ട് എന്നതും അവൻ അള്ളാഹുന് മാത്രമാണ് നോമ്പ് പിടിച്ചിട്ടുണ്ട് എന്നതും എല്ലാ രഹസ്യ വാർത്തകൾ ശരിക്കറിയുന്നത്. അങ്ങനെയുള്ള ആ ബന്ധം അള്ളാഹുമായി സ്ഥാപിക്കുന്ന വേളയിൽ ഹൃദയത്തിൽ നിന്നിട്ട് വരുന്നതായ ഉബൂദിയ്യത്തിന്റെ തേട്ടം അത് വളരെ മുഖ്യമാണ്. റബ്ബേ, ഈ നോമ്പ് നിനക്ക് വേണ്ടി മാത്രം ഞാൻ നോക്കുന്നതാണ്. ഈ പട്ടിണി നിനക്ക് വേണ്ടി മാത്രമാണ്. ഈ ദാഹം നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ സഹിക്കുന്നത്. പക്ഷെ അതിന് പകരമായിട്ട് എന്റെ പാപത്തിന് മോചനം നൽകണേ റബ്ബേ, എന്നെ നരകത്തിൽ നിന്നിട്ട് മോചനം നൽകണേ റബ്ബേ എന്ന തേട്ടമാണ് നമ്മുടെ നോമ്പിലൂടെ കടന്നു വരുന്നത്. അതെ, അപ്രകാരം തന്നെ ശരീഅത്തിന്റെ എല്ലാ മസാലകളെ പരിഗണിച്ചുകൊണ്ടാണ് ദീനിന്റെ പൊതു നിയമങ്ങൾ വരാറുള്ളത് എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിൽ നമ്മളോട് നോമ്പ് നിർബന്ധമാക്കിയതായ വേളയിൽ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ, നിങ്ങളെ പ്രയാസപ്പെടുത്താൻ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് എളുപ്പമാണ് ഈ മതം. മാ ജഅലല്ലാഹു അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, നിങ്ങൾക്ക് അല്ലാഹു നൽകിയതായ അല്ലാഹുവിന്റെ മതത്തിൽ ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടേ ഇല്ല, തന്നിട്ടേ ഇല്ല. നമുക്ക് നന്മ മാത്രമാണ് അല്ലാഹു കൽപ്പിച്ച കൽപ്പനകളിലുള്ളത്. വളരെ ചുരുക്കം സമയം നമുക്ക് 24 മണിക്കൂറിലൂടെ 10-25 മിനിറ്റ് കൊണ്ട്
ചെയ്തു തീർക്കാൻ പറ്റുന്നതായ നമസ്കാരമാണ് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടത്. അതുപോലെ ഒരു വർഷത്തിൽ ഒരു മാസം മാത്രമാണ് നോമ്പ് പിടിക്കാൻ നമുക്ക് നിർബന്ധമാക്കപ്പെട്ടത്. അതുപോലെ തന്നെ 100 ഉറുപ്പികയോ റിയാലോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതിൽ 2.5 റിയാല് അല്ലെങ്കിൽ 2.5 ഉറുപ്പിക മാത്രമാണ് നാം നിർബന്ധമായിട്ട് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ വഴിയിൽ സക്കാത്തായിട്ട് സമർപ്പിക്കേണ്ടതുള്ളത്. അതുപോലെ ഏത് സൽക്കർമ്മങ്ങളെ പരിശോധിച്ചാൽ അള്ളാഹ് കൽപ്പിച്ച കൽപ്പനകൾ കാണുമ്പോൾ ഇസ്ലാം ദീന എന്ന് അള്ളാഹു പറഞ്ഞതായ ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി ഞാൻ പ്രീതിപ്പെട്ട് തന്നു എന്നതായ ദീനിനെ നാം സ്വീകരിക്കുന്ന വേളയിൽ റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ എന്ന് ഒരു സത്യവിശ്വാസി പറഞ്ഞു പോകും. അള്ളാഹുവിനെ കൊണ്ട് റബ്ബാണെന്ന് ഞാൻ പ്രീതിപ്പെട്ടു, അംഗീകരിച്ചു. അതുപോലെ തന്നെ ഇസ്ലാമാകുന്ന മതം അതും അള്ളാഹുവിന്റെ മതമായിട്ട് അള്ളാഹു പ്രീതിപ്പെട്ട് തന്നതിനെ ഞാൻ പ്രീതിപ്പെട്ട് വാങ്ങി എന്ന് നാം അംഗീകരിക്കേണ്ടതുണ്ട്. നാം സാധാരണ നമസ്കാരത്തിന് മുമ്പിലുള്ളതായ ബാങ്ക് വെള്ളി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അവസാനത്തിലുള്ള ഭാഗമാണ് റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന. അപ്രകാരം തന്നെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതരാണ് എന്നതിൽ ഞാൻ പ്രീതിപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവര് ചെയ്തതായ സർവ്വ പ്രവർത്തനങ്ങൾ ദീനിന്റെ കാര്യമാണെങ്കിൽ അവകൾ പഠിക്കാനും അവകൾ ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും ഞാൻ തയ്യാറാണെന്ന് പറയും പോലെ അതാണ് ഈ പദപ്രയോഗം കൊണ്ട് ഒരു സത്യവിശ്വാസി ഉദ്ദേശിക്കേണ്ടത്. ഈ ദീന് വസത്തിന്റെ ദീനാണ്, അഥവാ മധ്യനില, അഥവാ പ്രയാസമില്ലാത്ത ബുദ്ധിമുട്ടില്ലാത്ത ദീൻ ഫീ കുല്ലിൽ ഉമൂർ, എല്ലാ കാര്യങ്ങളിലും എന്ന് മക്ക ഇമാം പറയുകയുണ്ടായി. അത് അഖീദത്ത് പരിശോധിച്ചാലും വിശ്വാസപരമായ കാര്യങ്ങൾ പരിശോധിച്ചാലും ശരീഅത്ത് പരിശോധിച്ചാലും അതുപോലെ തന്നെ സ്വഭാവപരമായ കാര്യങ്ങൾ പരിശോധിച്ചാലും എല്ലായിടങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതായ മതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് മധ്യനിലയാണ്. അതിലൊന്നും എന്തില്ല, കെട്ടിക്കെടുപ്പില്ല, പ്രയാസപ്പെടുത്തലില്ല, അതിന് വിട്ടുകിടക്കലില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ നമുക്കത് പ്രവർത്തിച്ച് കാണിച്ചു തന്നതായിട്ട് സഹീഹ ഹദീസിൽ സഹീഹ് ബുഖാരിയിൽ കാണാവുന്നതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവർത്തനത്തെക്കുറിച്ച്, ഇബാദത്തുകളെ കുറിച്ച്, സൽക്കർമ്മങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നബിയുടെ ഭാര്യമാരുടെ അടുക്കലേക്ക് ഒരു കൂട്ടം സഹാബാക്കൾ ചെല്ലുകയുണ്ടായി. എന്നിട്ട് നബിയുടെ ഭാര്യമാരോട് ആ സഹാബാക്കൾ ചോദിക്കുകയുണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആരാധനകളെ കുറിച്ച്, അഥവാ അവർ കാണുന്നതായ ആരാധനകളല്ലാതെ അവർ വീട്ടിൽ വെച്ചിട്ട് ചെയ്യുന്നതായ സൽക്കർമ്മങ്ങളെ കുറിച്ചും മറ്റു അമലുകളെ കുറിച്ചൊക്കെ ചോദിച്ചതായ സന്ദർഭത്തിൽ ആ നമ്മുടെ ഉമ്മമാരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാര് അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അമലുകളെ കുറിച്ച് വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ സഹാബാക്കൾ അത് വളരെ ചുരുക്കമാണല്ലോ എന്ന് അവർക്ക് തോന്നുകയുണ്ടായി. അതേസമയത്ത് അവർ മറുപടി പറഞ്ഞത് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ കുസുക്കിയത് എന്താണെന്ന് അറിയാമോ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ കഴിഞ്ഞുപോയതും വരാൻ പോകുന്നതുമായ എല്ലാ ദോഷങ്ങളും പാപങ്ങളും പൊറുക്കപ്പെട്ടതായ വ്യക്തിയല്ലേ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ പോലെ ആയാൽ പോരാ, നാം അതിനേക്കാളെല്ലാം കൂടുതൽ നമുക്ക് പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്നതായ മുൻ തീരുമാനം അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് വന്നിട്ടില്ല. നമ്മുടെ സ്ഥിതി എന്താണെന്ന് നമുക്ക് അറിയുകയുമില്ല. അതുകൊണ്ട് ഒരു വ്യക്തി പറയുകയുണ്ടായി, ഞാൻ എന്റെ ജീവിതം ആസകലം രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ച് ഹയാത്താക്കുന്നതാണ്, ഞാൻ രാത്രി ഉറങ്ങുക തന്നെ ഇല്ല എന്ന് മറ്റാൾ പറഞ്ഞു. മൂന്നാമത്തെ ആൾ പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യയുമായിട്ട് ബന്ധപുറത്തുക തന്നെ ഇല്ല. അങ്ങനെ ഉറക്കൊഴിഞ്ഞ് അത് ആരോഗ്യത്തെ സംരക്ഷിക്കാതെ നോമ്പ് പിടിച്ച് രാത്രി ഹയാത്താക്കി നമസ്കരിച്ച് അള്ളാഹുവിന്റെ പ്രീതി നേടാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാകുന്നു എന്ന ആ പ്രയാസമുള്ള രൂപങ്ങൾ അവർ അംഗീകരിച്ച സന്ദർഭത്തിൽ, അവർ സ്വീകരിച്ച സന്ദർഭത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് കടന്നു വന്നു. റസൂൽ അവരോട് പറയുകയുണ്ടായി, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ട് കഴിഞ്ഞു, ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ അറിയാമോ, ഇന്നമാ അന അഅലമുക്കും ബില്ലാഹ്, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ കൊണ്ട് ഏറ്റവും വിവരമുള്ള ആള് ഞാനാണ്, അള്ളാഹുവിനോട് ഏറ്റവും തഖ്വ ചെയ്യുന്ന ആളും ഞാനാണ്, അള്ളാഹുവിനെ അങ്ങേയറ്റം ഭയപ്പെടുന്ന ആളും ഞാനാണ്. അതേ അങ്ങനെയുള്ളതായ ഞാൻ നിന്ന് നമസ്കരിക്കും, അതേ സമയത്ത് രാത്രി ഉറങ്ങുകയും ചെയ്യും. നിങ്ങൾ പറഞ്ഞതുപോലെ മുഴുവനായി ഹയാത്താക്കി ഉറക്കൊഴിവാക്കി ജീവിക്കുക എന്നത് ഞാൻ ചെയ്യാറില്ല. അപ്രകാരം തന്നെ ഞാൻ നോമ്പ് പിടിക്കും, നോമ്പ് ഒഴിവാക്കുകയും ചെയ്യും. നോമ്പ് ചില ദിവസങ്ങളിൽ പിടിക്കും, ചില സമയത്ത് ഒഴിവാക്കുകയും ചെയ്യും. അപ്രകാരം തന്നെ ഞാൻ ഭാര്യമാരുമായിട്ട് സമ്പർക്കം പുലർത്തുകയും ചെയ്യും. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രൂപത്തിലുള്ളതായ ഞാൻ ചെയ്ത അള്ളാഹു പഠിപ്പിച്ച വഹിയിലൂടെ പഠിപ്പിക്കപ്പെട്ട ആചര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ മിതമായ
രൂപം, ആ ചര്യ ആരെങ്കിലും ഒഴിവാക്കിയാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ സംഭവം ഇന്ന് മക്ക ഇമാമ് ആദ്യത്തെ ഖുതുബയിൽ വിവരിക്കുകയുണ്ടായി. 5063 നമ്പർ ഹദീസാണ് ബുഖാരിയിൽ. ഹദീസ് പരിശോധിച്ചാൽ കാണാം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ ഖുതുബ ഓതുന്ന സന്ദർഭത്തിൽ ഒരു വ്യക്തി എണീറ്റ് നിന്നുകൊണ്ട് അദ്ദേഹം റസൂലുള്ളാഹിയുടെ മുമ്പിൽ വിട്ടുകടന്നു. അദ്ദേഹം സൂര്യന്റെ താഴെയാണ് നിൽക്കുന്നത്, അഥവാ വെയിലിലാണ് നിൽക്കുന്നത്, അകത്ത് കയറി വരുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ പറയുകയുണ്ടായി, അദ്ദേഹം അബൂ ഇസ്രായേൽ എന്ന വ്യക്തിയാണ്. അദ്ദേഹം നേർച്ചയാക്കിയിട്ടുണ്ട് എന്ത് വെയിലത്ത് നിൽക്കുവാനും ഇരിക്കാതിരിക്കുവാനും നിന്നുകൊണ്ട് തന്നെ നോമ്പ് പിടിച്ച് സമയം കഴിച്ചു കൂട്ടുവാനും ജനങ്ങളോട് സംസാരിക്കാതിരിക്കുവാനും. അപ്പോൾ അള്ളാഹു കീർത്തിക്കാത്ത, അള്ളാഹു കൽപ്പിക്കാത്തതായ രൂപത്തിലുള്ളതായ ആരാധന, അദ്ദേഹത്തിന്റെ ഇഷ്ടാനുസരണം അദ്ദേഹം ചെയ്യുന്നു എന്നർത്ഥം. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയുണ്ടായി, നിങ്ങൾ സംസാരിച്ചു കൊള്ളുക, നിങ്ങൾ അള്ളാഹു കൽപ്പിക്കാത്തത് ചെയ്യാൻ നിൽക്കണ്ട. അള്ളാഹുവിന്റെ മതത്തിൽ കൂട്ടിച്ചേർക്കാനുള്ള അധികാരവും അവകാശവും ലോകത്തിൽ ആർക്കും ഇല്ല എന്ന് നമുക്കറിയാവുന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണർത്തുകയാണ്, നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ അങ്ങനെ കാട്ടിയത് ശരിയല്ല, അതുകൊണ്ട് നിങ്ങൾ സംസാരിച്ചു കൊള്ളുക. നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതായ സംസാരം നിങ്ങൾ ഒഴിവാക്കേണ്ടതില്ല. അതുപോലെ നിങ്ങൾ തണലിൽ നിൽക്കുക, നിങ്ങൾ വെയിലത്ത് തന്നെ നിൽക്കുക എന്ന ആ ഭാരിച്ച ചുമതല അത് നിങ്ങളുടെ ഭാഗത്തിൽ നിന്നിട്ട്, നിങ്ങളുടെ പോക്കറ്റിൽ നിന്നിട്ട് നിങ്ങൾ ചെയ്യുന്നതാണ്. അങ്ങനെ അരുത്. അതുപോലെ നിങ്ങൾ ഇരിക്കുക, നിൽക്കണം എന്നതില്ല, എപ്പോഴും നിൽക്കുക, പകൽ മുഴുവൻ നിൽക്കുക എന്നത് അദ്ദേഹം ചെയ്തതായ, അദ്ദേഹത്തിന്റെ ഭാഗത്തിൽ നിന്നിട്ട് ചെയ്തതായ ഇബാദത്തിന്റെ രൂപമായിരുന്നു. റസൂൽ പറഞ്ഞു, നിങ്ങൾ ഇരിക്കുക. അപ്പോൾ ഇരിക്കുകയും ചെയ്യാം, നിൽക്കുകയും ചെയ്യാം, തണൽ കൊള്ളുകയും ചെയ്യാം, സംസാരിക്കുകയും ചെയ്യാം. പക്ഷേ നിങ്ങൾ നോമ്പ് നേർച്ചയാക്കിയിട്ടുള്ളത് കൊണ്ട് വല്യുത്തിമ്മ സൗമ, അദ്ദേഹത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കൽപ്പിച്ചു, അദ്ദേഹത്തിന്റെ നോമ്പ് അദ്ദേഹം പൂർത്തിയാക്കട്ടെ, അതിൽ കൂടുതലുള്ളതായ ഭാഗങ്ങൾ അദ്ദേഹം ഒഴിവാക്കട്ടെ. ഇത് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നതായ ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ദീനിൽ നാം അള്ളാഹു കൽപ്പിക്കാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് നാം നമ്മുടെ ദീനിനെ പ്രയാസപ്പെടുത്തുക എന്നത് അത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ഒരാളെ ദീനിനെ കഷ്ടമുള്ളതാക്കി പ്രയാസമുള്ളതാക്കി മാറ്റിയാൽ ദീൻ അവനെ മികച്ചു നിൽക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതെ, ഇത് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. നാം മതത്തിൽ കൽപ്പിക്കപ്പെട്ടതായ കാര്യങ്ങളിൽ വീഴ്ച വരുത്താൻ പാടില്ല എന്നത് നാം മനസ്സിലാക്കണം. അതെ, നാം അള്ളാഹു കൽപ്പിച്ച കൽപ്പനകളിൽ വീഴ്ച വരുത്തണം എന്നതല്ല, ആ കൽപ്പിച്ച കൽപ്പനകളിൽ ഇല്ലാത്തത് കൂട്ടിച്ചേർക്കരുത്, അതിൽ തശദ്ദുദ് ചെയ്യരുത്, അതിൽ നാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കാത്ത രൂപത്തിലുള്ള പ്രയാസം ഉണ്ടാക്കരുത്. അതൊക്കെ ചില ആൾക്കാരൊക്കെ ഒതു പിടിക്കുന്ന സമയത്തൊക്കെ കുറെ സമയമെടുക്കുന്ന കാണാം, കുറെ വെള്ളം വേസ്റ്റാക്കുന്നതായി കാണാം. അങ്ങനെയുള്ളതായ അള്ളാഹ് കൽപ്പിക്കാത്ത രൂപങ്ങൾ വാസിലൂടെയോ മറ്റു രൂപത്തിലോ ചെയ്യുക എന്നത് ഇസ്ലാം വിരോധിച്ചതായ ഭാഗമാണ്. അത് പാടുള്ളതല്ല. അതേ സമയത്ത് അതിന്റെ അർത്ഥം അള്ളാഹു കൽപ്പിച്ച കൽപ്പനകളിൽ അള്ളാഹു ഫുറല്ലേ, അള്ളാഹു റഹീമല്ലേ, അള്ളാഹു പുറത്തിരുന്ന ആളല്ലേ, അള്ളാഹു അനുഗ്രഹിക്കുന്ന ആളല്ലേ എന്ന പഴുതും പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യങ്ങൾ ചെയ്യുകയും അള്ളാഹു കൽപ്പിച്ചതായ കൽപ്പനകളിൽ വീഴ്ച വരുത്തുകയും ചെയ്യുക എന്നത് ഒരിക്കലും അരുത്, അതും പാടുള്ളതല്ല. നാം അതിൽ സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. അതെ, ഇത്തരം കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ ഇസ്ലാം അതിന്റെ വിശാലത, അതിന്റെ സമാഹത്ത് എന്ന അറബി ഭാഷയിൽ പറയുന്നതായ ആ സമത്വ സുന്ദരമായ ആ മതത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ് മക്ക ഇമാം പറഞ്ഞു വന്നത്. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായ കൽപ്പനകളെ വിശുദ്ധ ഫുർഖാൻ അലീമിൽ റമദാനിലുള്ളതായ നിയമങ്ങളൊക്കെ വരുമ്പോൾ അത് ഗഡുക്കളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. എന്തുകൊണ്ട്? ആദ്യം തന്നെ അവരോട് 30 നോമ്പ് പിടിക്കണം, ഒരു മാസം നോമ്പ് പിടിക്കണം എന്ന് പറഞ്ഞാൽ നോമ്പ് പിടിക്കാൻ ചിലപ്പോൾ ആളെ കെട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കള്ള് ഹറാമാക്കിയതുപോലെയുള്ള രൂപത്തിലാണ് റമദാനിന്റെ നോമ്പിന്റെ ആയത്തുകളിൽ വിധികൾ ഇറക്കിയത് എന്ന് മക്ക ഇമാം പറയുകയുണ്ടായി. അതെ, അത് നാം പലപ്പോഴും വിശദീകരിച്ചതായ ഭാഗമാണ്. ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഈ റമദാൻ മാസം വരുന്ന സന്ദർഭത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ സദഖ വർദ്ധിപ്പിക്കേണ്ടതും ജൂദ് നമ്മളിൽ വളരെ നന്നായി ഉണ്ടാവേണ്ടതുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ ആയി കഴിഞ്ഞാൽ അജ്വദ് അദ്ദേഹം അജ്വദുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ധർമ്മം ചെയ്യുന്ന ആളാണ്. റമദാൻ മാസമാകുമ്പോൾ ധർമ്മം വളരെ വളരെ പ്രകടമായി കാണുന്നതാണ്. അടിച്ചു വീശുന്നതായ കാറ്റുകളെ പോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജൂദ് റമദാൻ മാസത്തിൽ എന്നതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട്
പിന്തുടർച്ച കൈക്കൊള്ളാൻ വേണ്ടിയിട്ട് നാം റമദാൻ മാസമാകുമ്പോൾ കഴിവിന്റെ പരമാവധി നമ്മളാൽ സാധിക്കുന്ന ധർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതാണ്. അത് നിർബന്ധമായ ആ സക്കാത്ത് അല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. നിർബന്ധമായ സക്കാത്ത് അത് റമദാൻ ആവട്ടെ ശവ്വാൽ ആവട്ടെ എപ്പോഴാണ് കൊല്ലം പൂർത്തിയാവുന്നത് അപ്പോൾ കൊടുത്തു തീർത്താലേ തീരൂ. അതിലൊന്നും വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. കാരണം സക്കാത്ത് നിർബന്ധമായത് ഒഴിവാക്കിയവരോട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു യുദ്ധം ചെയ്തതായി, മുർത്തദുകളോട് യുദ്ധം ചെയ്തതായ സന്ദർഭം പറയുമ്പോൾ നാം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിലുള്ള സക്കാത്ത് അല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. പൊതുവിൽ നാം ഇപ്പോൾ അൽഹംദുലില്ലാ റമദാൻ മാസം വരുമ്പോൾ നമ്മുടെ കൂടെ പിശാചില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആ പിശാചുകളുടെ നേതൃത്വമില്ലാത്തത് കൊണ്ട് നമുക്ക് പ്രേരണ ലഭിക്കുന്നു സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, ധർമ്മങ്ങൾ ചെയ്യാൻ, പള്ളിയിലേക്ക് ചെല്ലാൻ, ഉംറക്ക് പോകാൻ, മറ്റുള്ളതായ പല പല സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ളതായ സന്മനസ് നമ്മൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളതായ ആ പ്രത്യേകത നാം ശരിക്ക് ഈ റമദാനിൽ ഉപയോഗപ്പെടുത്തണം എന്നതാണ് മഹാനായ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായ ഭാഗം ഇന്ന് മക്ക ഇമാം ഉണർത്തിയത്. അപ്രകാരം തന്നെ മക്ക ഇമാം ഊന്നി പറഞ്ഞതായ മറ്റൊരു ഭാഗമാണ് റമദാൻ മാസം രാത്രിയാകുമ്പോൾ ചിലരൊക്കെ തറാവീഹ് നമസ്കരിക്കും, അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യും, രാത്രി ഹയാത്താക്കും, ഖുർആൻ പാരായണം ചെയ്യും, ധർമ്മം ചെയ്യും. എല്ലാം ചെയ്യുന്നതോടൊപ്പം റമദാൻ മാസത്തിന്റെ പവിത്രതയെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ളതായ അശ്ലീലങ്ങളോ അല്ലാത്തതായ കാണാൻ പാടില്ലാത്ത വിനോദങ്ങളോ കളികളോ കണ്ടിട്ട് അവന്റെ ടൈം വേസ്റ്റ് ആക്കും. അതും ചെയ്യരുത്. ആ മാസത്തിന്റെ പവിത്രത അതൊരു മാസം ആസകലം ചെയ്യേണ്ടതായ പവിത്രതയാണ്. ആ മാസത്തിൽ ചില ഭാഗങ്ങളിൽ നന്മ ചെയ്യുക, ചില ഭാഗങ്ങളിൽ തിന്മ ചെയ്യുക അരുത്, പാടുള്ളതല്ല. ഒരു മുസ്ലിം ആ രൂപത്തിലല്ല അള്ളാഹു നമുക്ക് ചെയ്തതായ ഈ വിശാലമായ അനുഗ്രഹത്തെ സമീപിക്കേണ്ടത് എന്ന് മക്ക ഇമാമ് ഊന്നിപ്പറയുകയുണ്ടായി. അക്കൂട്ടത്തിൽ മക്ക ഇമാമ് വിശുദ്ധ റമദാൻ വരുമ്പോൾ പകൽ സമയത്ത് കിടന്നുറങ്ങി നമസ്കാരം ഖളാക്കുന്നവരെ കുറിച്ച് പ്രത്യേകം ഊന്നിപ്പറയുകയുണ്ടായി. അത് മഹാപാപമാണ്, മഹാതെറ്റാണ്. നമ്മുടെ ബാധ്യത നിർവഹിക്കുന്നതിൽ നാം വീഴ്ച വരുത്തുക എന്നത് റമദാൻ മാസം നോമ്പ് പിടിക്കൽ അതേ നിർബന്ധ ബാധ്യതയാണ്. അതിലും വളരെ ശക്തിയായ നിർബന്ധമായ ബാധ്യതയാണ്. ഒഴിവാക്കിയാൽ, വീഴ്ച വരുത്തിയാൽ, ഒരു അസ്ർ നമസ്കാരം മാത്രം വീഴ്ച വരുത്തിയാൽ അവന്റെ മക്കൾ, അവന്റെ സന്താനങ്ങൾ, അവന്റെ കുടുംബം, അവന്റെ സമ്പത്ത് ആസകലം നഷ്ടപ്പെട്ടതിന് തുല്യമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പേടിപ്പിച്ചറിയിച്ചത് നമസ്കാരത്തിന്റെ കാര്യം. അങ്ങനെയുള്ള നമസ്കാരത്തിനെ നാം അശ്രദ്ധ കൊണ്ട് ഉറങ്ങിയും കൊണ്ട് വേസ്റ്റാക്കുക റമദാൻ പട്ടാ പകലിൽ അത് മഹാപാപമാണ്, മഹാവന്തോഷമാണ്, ഒരു സത്യവിശ്വാസി ചെയ്യാൻ പാടില്ലാത്തതായ കാര്യമാണ് എന്നതിലേക്ക് മക്ക ഇമാമ് സൂചന നൽകുകയുണ്ടായി. അതുപോലെ തന്നെ വിശുദ്ധ മസ്ജിദ് നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബോദിയതായ മിമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോഴുള്ള മിമ്പറിന്റെ മീതെ ഖുതുബോദിയും കൊണ്ട് മഹാനായ ഡോക്ടർ അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി സംസാരിച്ചതായ ഭാഗങ്ങളിൽ നമ്മുടെ അമലുകൾ മാത്രമായി പോകാതിരിക്കാൻ വേണ്ടി, നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കണം. നമ്മുടെ വിജയത്തിന്റെ ഐനുസ്സഅദ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിജയത്തിന്റെ അതിന്റെ യഥാർത്ഥ രൂപം, യഥാർത്ഥ വിജയം നമുക്ക് കൈകൊള്ളണമെങ്കിൽ നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്നതായ ഭാഗങ്ങൾ, എന്തിലൂടെയാണ് നമ്മുടെ അമലുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്, അവകളെ സൂക്ഷിക്കണം, അവൾ നിന്നിട്ട് പിന്മാറാൻ വേണ്ടി പരിശ്രമിക്കണം. എന്നിട്ട് നാം ചെയ്യുന്നതായ അമലുകൾ സുരക്ഷിതത്വത്തോടു കൂടി അള്ളാഹുവിന്റെ ഹദറത്തിലേക്ക് നാം ചെല്ലുന്നതായ സന്ദർഭത്തിൽ നമുക്ക് ഫലപ്രദമാകുന്ന അമലാവാൻ വേണ്ടി നാം പാടുപെടണം. അതുകൊണ്ട് തന്നെ ഏത് സന്ദർഭത്തിലും ഒരാള് റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ, നോമ്പ് പിടിക്കുകയാണെങ്കിൽ, അമൽ ചെയ്യുകയാണെങ്കിൽ, ഏത് പ്രവർത്തനം പ്രവർത്തിക്കുകയാണെങ്കിൽ, എന്നിട്ടോ ദേഹേച്ഛ നമ്മളോട് ആവശ്യപ്പെടുന്ന, നമ്മുടെ നഫ്സ് ആവശ്യപ്പെടുന്നതായ തോന്നിവാസങ്ങൾ, അനാചാരങ്ങൾ, അക്രമങ്ങൾ, അനീതികൾ, വടക്ക് കാഴ്ചകൾ, വടക്ക് കേൾവികൾ, ഇതെല്ലാം ഒരാള് വിരോധിക്കുകയും ഒഴിവാക്കുകയും ചെയ്താൽ അങ്ങനെയുള്ള വ്യക്തികളുടെ സ്ഥിതി എന്താണ്? ഫൈനൽ ജന്നത ഹിയൽ മഅ്വാ. അങ്ങനെയുള്ള വ്യക്തിക്ക് സ്വർഗം, മഅ്വാ എന്ന സ്വർഗലോകത്തിലേക്ക് അവന് പറന്നു ചേരാൻ സാധിക്കുന്നതാണ്, അവൻ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ആ ഇനത്തിൽ പെടാൻ വേണ്ടി നാം പരിശ്രമിക്കണം. പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്ത് തൂറിൽ പറയുന്നതായ ആയത്തുകൾ മദീന ഇമാം ഓതുകയുണ്ടായി. വഖബല ബഅദുഹും അലാ ബഅദി യതസാഅലൂൻ.
മുസ്ലിങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിയതിന്റെ ശേഷം അങ്ങും ഇങ്ങും ചോദിക്കുകയാണ്, എങ്ങനെയാണ് നാം ഇവിടേക്ക് എത്തിയത്? എന്തൊരു അനുഗ്രഹത്തിലാണ് നാം ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, നാം നീന്തിക്കൊണ്ടിരിക്കുന്നത്, നാം പറന്നുകൊണ്ടിരിക്കുന്നത്, എന്തൊരു അനുഗ്രഹമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം സന്തോഷിച്ചുകൊണ്ട് സംസാരിക്കുന്ന ശൈലി ഖുർആൻ പറയുന്നു സൂറത്തു തൂറിൽ, ഖാലൂ ഇന്നാ കുന്നാ ഖബലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. നാം അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തോടു കൂടി ഭൂമിയിൽ ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കുകയായിരുന്നു, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുകയായിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പനക്കാണ് നാം പരിഗണന നൽകിയത്. നമ്മുടെ കുട്ടികളുടെ പ്രീതിയോ ഭാര്യയുടെ പ്രീതിയോ പരിസരക്കാരുടെ പ്രീതിയോ അല്ല നാം പരിഗണിച്ചിരുന്നത്. നാം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചതായിരുന്നു. അത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ ഭാഗത്തിൽ നിന്നിട്ട് ചെയ്തതായ മന്നാണ്, അവന്റെ ഭാഗത്തിൽ നിന്നിട്ട് അനുഗ്രഹിച്ചതായ വിശാലമായ അനുഗ്രഹമാണ് ഈ നരകാഗ്നിയിൽ നിന്നിട്ട് നമ്മെ രക്ഷപ്പെടുത്തി സ്വർഗപ്പുള്ളികളാക്കി നമ്മെ മാറ്റി എന്നതായി പ്രത്യേകത. അപ്പോൾ ഞങ്ങൾ സ്വർഗത്തിലേക്ക് എന്തുകൊണ്ട് എത്തി എന്നതിനെ കുറിച്ച് സ്വർഗവാസികൾ പരസ്പരം അങ്ങും ഇങ്ങും ചർച്ച ചെയ്യുന്നതായ ഭാഗത്തെക്കുറിച്ച് അള്ളാഹു വിവരിച്ചതാണ് ഇന്ന് മദീന ഇമാമ് ഓതിയതായ ആയത്തിൽ കാണുന്നത്. തുടരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പറഞ്ഞതായിട്ട്, അഥവാ സ്വർഗവാസികൾ, ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉഹു ഇന്നഹു ഹുവൽ ബർറുർ റഹീം. നാം ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിനോട് മാത്രമായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചതുകൊണ്ട് നമുക്ക് ലഭിച്ചതായ നേട്ടമാണിത്. അതേ സമയത്ത് അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന്റെ ഷിട്ടികളാകുന്ന ജിന്നുകളെയോ മലക്കുകളെയോ അല്ലെങ്കിൽ മനുഷ്യന്മാരെയോ ഖബറാളികളെയോ ആരെയെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അള്ളാഹുവിനെ തരം താഴ്ത്തിയിരുന്നുവെങ്കിൽ ഈ മഹാ നേട്ടത്തിലേക്ക്, ഈ മഹാ സർവ്വലോകത്തിലേക്ക്, ഈ മഹാ പറക്കുന്ന നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിലുള്ളതായ ഈ നിയമത്തിലേക്ക് നാം എത്തുകയില്ലായിരുന്നേനെ. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചതുകൊണ്ട് നമുക്ക് ലഭിച്ചതായ നേട്ടമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ സന്തോഷിക്കുന്നതാണ്, അവർ ആഹ്ലാദിക്കുന്നതാണ് സ്വർഗവാസികൾ എന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു പറയുന്നു. അതെ, മദീന ഇമാമ തുടരുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ വഴിപ്പെടുക, വലാ തുബ്തിലു അമാലക്കും, നിങ്ങൾ ചെയ്തതായ സൽക്കർമ്മത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഈ ആയത്തിൽ വിശദീകരിച്ച ശേഷം മദീന ഇമാമ തുടരുകയാണ്, ഹസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, ശരീരത്തെ നിങ്ങൾ വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പായിട്ട് പരലോകത്തിൽ നിങ്ങൾ എന്താണ് പരലോകത്തിന് വേണ്ടി നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ തയ്യാർ ചെയ്തു വെച്ചത്? ലിയൗമി മആദിക്കും, നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ ആ പരലോകത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ, അർദിക്കും അലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന, നിങ്ങൾ റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ അണിനിറക്കുന്ന, റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുന്ന ആ സന്ദർഭത്തിൽ എന്താണ് അവിടേക്ക് വേണ്ടി നിങ്ങൾ തയ്യാർ ചെയ്തു വെച്ചത് എന്നതിനെ കുറിച്ച് ഓരോരുത്തരും ചിന്തിക്കണം, ഓരോരുത്തരും അതിനുവേണ്ടി തയ്യാറാവണം. റമദാൻ മാസത്തിൽ അതിന് നിങ്ങൾക്ക് ചാൻസ് ലഭിക്കുന്നു. അതുകൊണ്ട് ഇത്രയും ഭയാനകമായ രംഗങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ളതായ അല്പം മുമ്പ് കേട്ടതായ ആയത്തിലുള്ളതായ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതായ ചുറ്റുപാടിലേക്ക് എത്താൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അൽ കയ്യിസു മൻ ദാന നഫ്സഹു അമില ലിമാ ബഅദൽ മൗത്ത്. ആരാണ് ബുദ്ധിജീവി? അദ്ദേഹം പരലോകത്തിലേക്ക്, മരണത്തിന് ശേഷമുള്ള ലോകത്തിലേക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് തന്നെ വിചാരണ നടത്തിയവൻ, ഭൂമിയിൽ നിന്നിട്ട് തന്നെ നഫ്സിനെ വിചാരണ നടത്തിയവൻ, പരലോകത്തിൽ രക്ഷ തേടാനുള്ളതായ മാധ്യമങ്ങൾ കണ്ടെത്താൻ വേണ്ടി. വൽ ആജിസു മൻ ഇത്തബഅ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹിൽ അമാനി. അവന്റെ നഫ്സ്, അവന്റെ ശരീരത്തെ എന്താവശ്യപ്പെടുന്നു, അവന്റെ ശരീരത്തിന്റെ ഹവ എന്താവശ്യപ്പെടുന്നു, അതിന്റെ പിന്നിൽ അണിനിരന്നവനാണ് ആര്? ബുദ്ധി ഉപയോഗിക്കാത്തവനും ശേഷി കെട്ടവനും നിന്യനും അവനാണ്. വൽ ആജിസു, ആരാണ് ആജിസ്? കഴിവില്ലാത്തവൻ, ഗതികെട്ടവൻ, വീഴ്ച വരുത്തിയവൻ, അവനാണ് എന്ത്? അവന്റെ നഫ്സ് പരലോകത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നഫ്സിനോട് വിചാരണ ചെയ്യുന്നത് ഓർക്കാതെ ദേഹിച്ച് ആവശ്യപ്പെടുന്നതെല്ലാം ചെയ്തു. കുടിക്കേണ്ടത് കുടിച്ചു, തിന്നേണ്ടത് തിന്നു, നോക്കേണ്ടത് നോക്കി, ചെയ്യേണ്ടത് ചെയ്തു, കേൾക്കേണ്ടത് കേട്ടു, പറയേണ്ടത് പറഞ്ഞു. അത് അള്ളാഹ് അനുവദിക്കട്ടെ അനുവദിക്കാതിരിക്കട്ടെ എന്ന് ഓർത്തില്ല. എന്നിട്ട് അവൻ ആഗ്രഹിച്ചു അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് വേണം, അള്ളാഹുവിന്റെ റഹ്മത്ത് വേണം, അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. അവനാണ് ആര്? ആജിസ്, ശേഷിക്കട്ടവൻ, ബുദ്ധി ഉപയോഗിക്കാത്തവൻ. ആ ഇനത്തിൽ നാം പെട്ടുപോകരുത്. വൽ ഫലാഹു ഫിൽ ഖുർആനി വസ്സുന്ന. അൽ ഫലാഹു, വിജയമെന്ന വിജയം, ആ സകലം നിലനിൽക്കുന്നത് അതെവിടെയാണ്? അള്ളാഹു ഇറക്കിയതായ ഖുർആനിലും ആ ഖുർആന്റെ വിശദാംശമാകുന്ന സ്ഥിരീകരിക്കപ്പെട്ടതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
അലൈഹി വസല്ലമിന്റെ സുന്നത്തിലുമാണ് എന്ന് മദീന ഇമാമ് ഊന്നിപ്പറയുകയുണ്ടായി. അതുകൊണ്ട് ഏത് മുഷ്കില, ഏത് ബുദ്ധിമുട്ട് ഉമ്മത്ത് മുഹമ്മദിന് നേരിടുന്നതായ സന്ദർഭത്തിൽ ആ പ്രയാസങ്ങളെ നാം അതിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടി നാം കണ്ടെത്തേണ്ടത് രണ്ട് വഹീനെയാണ്, അഥവാ ഖുർആനിനെയും സുന്നത്തിനെയും ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ളതായ മാർഗങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ പ്രശ്നത്തിന്റെ മുമ്പിൽ പഠനം നടത്തുക. എന്ത് സംഭവിച്ചു? എന്തുകൊണ്ട് കോവിഡ് നമ്മളോട് വിടവാങ്ങുന്നില്ല? എന്തുകൊണ്ട് ഈ മാരകമായ രോഗം നമ്മളോട് വിടവാങ്ങുന്നില്ല? എന്തുകൊണ്ട് ഇത് വ്യാപകമായി കൊണ്ടേയിരിക്കുന്നു? ഇത് എന്തുകൊണ്ട് 1-ാം ഘട്ടം, 2-ാം ഘട്ടം, 3-ാം ഘട്ടം എന്ന ഘട്ടങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു? എന്ത് ഈ രോഗം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു? എന്താണ് സംഭവം? അത് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അതിനുള്ളതായ പ്രതിവിധി, എല്ലാറ്റിന്റെയും പ്രതിവിധി ഖുർആനിലുണ്ട്, അതിന്റെ വിശദാംശമായ സുന്നത്തിലുണ്ട് എന്നാണ് മദീന ഇമാം പറയുന്നത്. ആ ഖുർആനിലേക്കും സുന്നത്തിലേക്കും അതിന് അർള് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ പ്രതിവിധി എന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രതിവിധി കണ്ടെത്തുക തന്നെ ചെയ്യും. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നാം നേരത്തെ അല്പം മുമ്പ് കേട്ടതായ ഇന്നാ കുന്നാ നദഉഹു, നാം റബ്ബിനോട് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഈ സ്വർഗത്തിൽ ലോകത്തിലേക്ക് എത്തിയത് എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികൾ പറയുന്നതായ വാർത്തയായിട്ട് നമുക്ക് സൂറത്ത് തൂറിലൂടെ അറിയിച്ചതായ വാർത്തയാണ് ഞങ്ങൾ കേൾപ്പിച്ചത്. അതുപോലെ തന്നെ അതിന് നേരെ ഘടകവിരുദ്ധമായിട്ട് ഇന്ന് നിങ്ങൾക്കറിയാമോ, സൗദി അറേബ്യ അല്ലാത്ത മറ്റു ചില അറബ് രാഷ്ട്രങ്ങളിൽ ചില ഖബറുകളെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്. അത് കോവിഡ് മാറ്റാൻ അവിടേക്ക് പോകണമെന്ന്. അവിടേക്ക് കോവിഡ് മാറ്റി കിട്ടാൻ വേണ്ടി പോകുന്നവരുടെ ലൈന് വർദ്ധിച്ചിരിക്കുകയാണ്, എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്, കൂട്ടം കൂട്ടമായിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഖബറിലൂടെ കോവിഡ് മാറി കിട്ടുമെന്ന്. എന്നാൽ അതേ സമയത്ത് ആ പോകുന്ന കൂട്ടത്തിൽ, രോഗം പിടിച്ചു പോകുന്ന കൂട്ടത്തിൽ പലരും മരിക്കുന്നുണ്ട് താനും. അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് വിവരമില്ല. ആ വാർത്ത ജനങ്ങളുടെ ഇടയിൽ വ്യാപകവുമല്ല. ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നു? അള്ളാഹുവിലുള്ള വിശ്വാസക്കുറവ് കൊണ്ട് വരുന്നു. എന്തുകൊണ്ട് വരുന്നു? എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്ന് മനസ്സിലാക്കാൻ ഉമ്മത്ത് മുഹമ്മദിന് അറിവില്ലാത്തത് കൊണ്ടും സാധിക്കാത്തത് കൊണ്ടും ചില പണ്ഡിതന്മാരിൽ നിന്നിട്ട് ചിലർ അറിവുള്ളവര് അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് വരുന്നതായ അപകടമാണ്. അതുകൊണ്ട് തൗഹീദാണ് ഇസ്ലാമിന്റെ പ്രധാനമായ അവർക്ക് രക്ഷ പ്രാപിക്കാനുള്ളതായ ശൈലി. അത് ആ തൗഹീദിലേക്ക് മടങ്ങലല്ലാതെ വേറെ രക്ഷയില്ല. അത് ഇന്ന് മക്ക ഇമാമും പറഞ്ഞ ഭാഗമാണ്, മദീന ഇമാമും ഊന്നി പറയുന്ന ഭാഗമാണ്. നമുക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹ് കളമൊരുക്കി തന്നിട്ടുണ്ട്. പിശാച് നമ്മുടെ കൂടെയില്ല എന്നതുകൊണ്ട് തന്നെ പിശാചിന്റെ ശല്യം കുറവായതുകൊണ്ട് നമുക്ക് ദേഹിച്ചേക്ക് പിടിച്ചു നിർത്തിയാൽ മതി. പിശാചിനെ പിടിച്ചു നിർത്തേണ്ടതായ ആവശ്യം റമദാനിലില്ല. അതുകൊണ്ട് നമുക്ക് ഈ സന്ദർഭത്തിൽ ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹുലേക്ക് ശരിക്കും പരിപൂർണമായി ആത്മാർത്ഥതയോടുകൂടി മടങ്ങാൻ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു ഈ വിശുദ്ധ റമദാനിനെ നമുക്ക്, ഇത് മഹാനിഅമത്താണ്, മഹാ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നാം നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ആ നന്ദി പ്രകടിപ്പിക്കുന്ന ഭാഗത്തിൽപ്പെട്ടതാണ് ഇത്. ഖുർആനിന്റെ മാസമാണ്. ഈ മാസത്തിൽ ഖുർആൻ ധാരാളമായിട്ട് ഓതി രാത്രി നിസ്കരിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ പള്ളികളിൽ, സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഉപപള്ളികളിൽ അരമണിക്കൂറിൽ കൂടുതൽ നീണ്ടു നിൽക്കാൻ പാടില്ല, കോവിഡ് കാരണത്താൽ എന്ന നിയമമുള്ളത് കൊണ്ട്. എന്തേ ഓരോരുത്തർക്കും കഴിഞ്ഞ കൊല്ലത്തിൽ കാട്ടിയതുപോലെ കുടുംബത്തോടു കൂടി വീട്ടിൽ വെച്ചിട്ട് നീട്ടി നമസ്കരിച്ചൂടെ, നീട്ടി ഖുർആൻ ഓതി നമസ്കരിച്ചൂടെ? അതിനൊക്കെ സൗകര്യങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടല്ലോ. അത് നാം ഉപയോഗപ്പെടുത്തുക. ഖുർആൻ വളരെ കൂടുതൽ ചിന്തിച്ചുകൊണ്ട്, ശരിക്കും മനസ്സിലാക്കിയും കൊണ്ട്, ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട്, പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുന്റെ മുമ്പിൽ ഖിയാമുൽ ലൈൽ നടത്തുക എന്നത് റമദാനിൽ സത്യവിശ്വാസി ചെയ്യുന്നതായ സൽക്കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട സൽക്കർമ്മമാണ്. അള്ളാഹു ചെയ്തതായ വിശാലമായ അനുഗ്രഹമാകുന്ന ഈ റമദാൻ, ആ നോമ്പ് പിടിക്കാനുള്ള കൽപ്പന, ഇതൊക്കെ ഒരു മഹാ അനുഗ്രഹമാണ്. കാരണം അതിലൂടെ നമുക്കാണ് നേട്ടം, നമ്മുടെ ദോഷമാണ് പൊറുക്കപ്പെടുക, നമുക്കാണ് സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുക, നമുക്കാണ് റയ്യാൻ എന്നതായ വാതില് തയ്യാറായി വിളിക്കാൻ വേണ്ടി, മാടി വിളിക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇതെല്ലാം നമുക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്ന സന്ദർഭത്തിൽ ആ അനുഗ്രഹത്തിന് നാം നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാ അനുഗ്രഹങ്ങൾ മഹദിയായ നമ്മുടെ നേതാവായ മറിയം അലൈഹിസ്സലാമിന് നൽകിയപ്പോൾ അല്ലാഹ് പറഞ്ഞ കൽപ്പന എന്താണ്? യാ മറിയം ഖുനൂതി ലി റബ്ബികി വസ്ജുദി വർകഇ മഅർ റാകിഈൻ. നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നിന്റെ റബ്ബിന് നീ എന്ത് ചെയ്യുക? സമർപ്പണം നടത്തുക. റബ്ബിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് പേടിച്ച് റബ്ബിന്റെ മുമ്പിൽ നീ സുജൂദ് റുകൂഅ് ചെയ്യുക. റുകൂഅ് ചെയ്യുന്നവരോടൊപ്പം, സുജൂദ് ചെയ്യുന്നവരോടൊപ്പം നിങ്ങളും സുജൂദ് ചെയ്യുക മറിയമേ എന്ന്, റുകൂഅ് ചെയ്യുക മറിയമേ എന്ന്, നമസ്കരിക്കുക, നിന്ന് നമസ്കരിക്കുക മറിയമേ എന്ന് ആ മറിയം അലൈഹിസ്സലാമിനോട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ നമുക്കും നമ്മുടെ
ജീവിതത്തിൽ അള്ളാഹു ചെയ്തു തരുന്ന വിശാലമായ അനുഗ്രഹത്തിന് നമ്മളാൽ സാധിക്കുന്ന രൂപത്തിൽ നന്ദി പ്രകടിപ്പിക്കേണ്ടത് അമൽ സാലിഹാത്തിലൂടെയാണ്. ഇത് ഞാൻ പലപ്പോഴും പറയുന്ന ഭാഗമാണ് എന്ന് മദീന ഇമാം ഉണർത്തിയത്. വഅമലു ആല ദാവൂദ ശുക്ര, ദാവൂദിന്റെ സമൂഹമേ നിങ്ങൾ അള്ളാഹുവിന് നന്ദി പ്രവർത്തിക്കുക എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതും ഇന്ന് മദീന ഇമാം പറയുകയുണ്ടായി. അതുകൊണ്ട് നിങ്ങൾ റബ്ബുൽ ഇസ്സത്തിന്റെ കിതാബിനെ മുറുകെ പിടിക്കുക. നിങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. നിങ്ങൾക്ക് അള്ളാഹു നൽകിയതായ നിങ്ങളുടെ ആദർശമാകുന്ന അഖീദയെ, വിശ്വാസത്തെ നിങ്ങൾ ശരിക്കും മുറുകെ പിടിച്ച് അതിൽ തന്നെ അടിയുറച്ച് നിൽക്കുകയും ചെയ്യുക. മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി വമൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി വമൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി എന്നീ ഹദീസുകളൊക്കെ ഇവിടെ സ്മരണീയമാണ്. മദീന ഇമാം പറഞ്ഞതുപോലെ ഒരാൾ റമദാൻ മാസത്തിൽ പ്രീതി അടഞ്ഞുകൊണ്ട്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണെന്നും ആ കൽപ്പന പ്രവർത്തിച്ചാൽ അതിന് തക്കതായ പ്രതിഫലം അല്ലാഹുവിന് ലഭിക്കുമെന്നുമുള്ളതായ വിശ്വാസത്തോടു കൂടി, അതോടൊപ്പം അല്ലാഹുവിലുള്ള കെട്ടുറപ്പുള്ള ഈമാനോട് കൂടി ഒരാൾ നോമ്പ് പിടിച്ചാൽ, ഒരാൾ റമദാനിനെ അതിന്റെ രാത്രികളെ നമസ്കരിച്ച് ഹയാത്താക്കിയാൽ, അതുപോലെ ലൈലത്തുൽ ഖദ്റിനെ നമസ്കരിച്ച് അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഹയാത്താക്കിയാൽ തീർച്ചയായിട്ടും അവന്റെ ദോഷങ്ങൾ, പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ സന്തോഷ വാർത്ത ഇന്ന് മദീന ഇമാം മദീനത്തിലുള്ളതായ മസ്ജിദുൻ നബവിയിലുള്ള മിമ്പറിന്റെ മീതെ വെച്ചിട്ട് മുസ്ലിം ലോകത്തെ ഉണർത്തുകയുണ്ടായി. അതെ, ഈ കാര്യങ്ങളൊക്കെ ഇന്ന് മദീന ഇമാം പറഞ്ഞതുപോലെ മക്ക ഇമാമും നിങ്ങളെ ഞാൻ കേൾപ്പിച്ചതായ റമദാനുമായി ബന്ധപ്പെട്ടിട്ട് നിർബന്ധമായി നാം ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ഉണർത്തിയത് നാം മറക്കാൻ പാടുള്ളതല്ല. ഇവളെല്ലാം നാം മനസ്സിലാക്കി ഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്തി ഈ റമദാനിനെ ശരിക്കും ഉപയോഗപ്പെടുത്തി അടുത്ത റമദാൻ വരെ നാം ജീവിക്കുമോ ഇല്ലേ എന്നത് നമുക്ക് ആർക്കും തന്നെ അറിയുന്ന കാര്യമല്ല. നാം അതിലെല്ലാം അജ്ഞരാണ്, അത് നമ്മുടെ വിവരത്തിലില്ല. അതുകൊണ്ട് കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തുക. ഈ റമദാൻ നമ്മളോട് വിടവാങ്ങുന്നതിന് മുമ്പ് നാം ലോകത്തോട് വിടവാകുമോ ഇല്ലേ എന്നത് വരെ നമുക്കറിയുകയില്ല. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധ ചെലുത്തിയുകൊണ്ട് ഈ കിട്ടിയതായ ചാൻസ് ശരിക്കും ഉപയോഗപ്പെടുത്തുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആരെല്ലാം രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് കിടക്കുന്നവരും പ്രയാസപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവരും, അല്ലാഹുവേ അവരുടെ എല്ലാം രോഗത്തെ നീ സുഖപ്പെടുത്തണേ രക്ഷിതാവേ. അവരുടെ എല്ലാം രോഗത്തെ സുഖപ്പെടുത്തണേ രക്ഷിതാവേ. അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും അവർക്കും ഞങ്ങൾക്കും നിന്റെ മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സേവിക്കാൻ നീ നൽകണേ രക്ഷിതാവേ. അപ്രകാരം തന്നെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തതായ സഹോദരന്മാരിൽ നിന്നിട്ട് പലരും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ടവർക്ക് വേണ്ടി നീ ഞങ്ങൾ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണേ നാഥ. അവരുടെ ഖബറുകളെ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റണേ നാഥ. അവരോടൊപ്പം ഞങ്ങളെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ രക്ഷിതാവേ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.